എല്ലാവർക്കും നമസ്കാരം. അംഗനവാടി ടീച്ചർ, ഹെൽപ്പർ എന്നിവരുടെ ആധാർ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. അതായത് അംഗനവാടി ടീച്ചറുടെയും ഹെൽപ്പറുടെയും ആധാർ വെരിഫൈഡ് ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ആധാർ വെരിഫൈഡ് അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അംഗനവാടി ടീച്ചർ, ഹെൽപ്പർ എന്നിവരുടെ ആധാർ വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, നിലവിൽ പ്രസ്തുത അംഗനവാടി സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറുടെയും ഹെൽപ്പറുടെയും ആധാർ വെരിഫൈ ചെയ്യേണ്ടതാണ്. അതായത് ആധാർ വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സംശയമാണ് താൽക്കാലിക ടീച്ചർമാരുടെയും താൽക്കാലിക ഹെൽപ്പർമാരുടെയും ആധാർ വെരിഫൈ ചെയ്യണോ വേണ്ടോ എന്നത് സംബന്ധിച്ച്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ ഈ ഒരു സെൻറ്ററിൽ ആരാണോ വർക്ക് ചെയ്യുന്നത്, അത് താൽക്കാലികമാണെന്നുണ്ടെങ്കിലും സ്ഥിരമാണെന്നുണ്ടെങ്കിലും നിലവിൽ ആ ഒരു സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന അംഗനവാടി ടീച്ചറുടെയും ഹെൽപ്പറുടെയും ആധാർ വെരിഫൈ ചെയ്യേണ്ടതാണ്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിലിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അംഗനവാടി ടീച്ചറുടെയും ഹെൽപ്പറുടെയും പേര് തന്നെയാണ് പോഷൻ ട്രാക്കറിൽ ഉള്ളത് എന്ന കാര്യം ഉറപ്പുവരുത്തണം. ഇനി അഥവാ നിലവിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറുടെയോ ഹെൽപ്പറുടെയോ പേരല്ല പോഷൻ ട്രാക്കറിൽ ഉള്ളത്, മുമ്പ് വർക്ക് ചെയ്തിരുന്ന ടീച്ചറുടെയോ അതല്ലെങ്കിൽ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഹെൽപ്പറുടെയോ ഒക്കെ പേരാണ് പോഷൻ ട്രാക്കറിൽ ഉള്ളത് എങ്കിൽ അത് ഉടൻ തന്നെ NNM ഹെൽപ്പ് ഡെസ്കിലോ കോർഡിനേറ്ററെ സൂപ്പർവൈസറൊക്കെ അറിയിച്ച് പോഷൻ ട്രാക്കറിന്റെ ഡാഷ്ബോർഡിൽ നിന്ന് അത് മാറ്റം വരുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ പേരല്ല പോഷൻ ട്രാക്കറിൽ ഉള്ളത് എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അപ്ഡേറ്റ് പ്രൊഫൈലിൽ പോയിട്ട് അത് ചേഞ്ച് ചെയ്യും. അത് പോഷൻ ട്രാക്കറിന്റെ ഡാഷ്ബോർഡിൽ നിന്നും പഴയ ആളെ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് പുതിയ ആളെ ചേർക്കുകയാണ് വേണ്ടത്. ഇനി അഥവാ നിങ്ങളുടെ പേര് തന്നെയാണ് പോഷൻ ട്രാക്കറിൽ ഉള്ളത്, പക്ഷേ ഉള്ള പേരിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ തെറ്റോ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് പോഷൻ ട്രാക്കറിൽ നിന്ന് നേരിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആധാർ വെരിഫിക്കേഷന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ, ഒന്ന് ആധാർ നമ്പറാണ്. അതായത് ടീച്ചറുടെ ആണെങ്കിൽ ടീച്ചറുടെ, ഹെൽപ്പറുടെ ആണെങ്കിൽ ഹെൽപ്പറുടെ, ഇവരുടെ ആധാർ നമ്പർ. രണ്ടാമത്തത് പേര്, മൂന്നാമത്തത് ജനനത്തീയതി. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും തെറ്റുകൂടാതെ എൻ്റർ ചെയ്താൽ മാത്രമേ ആധാർ വെരിഫിക്കേഷൻ പൂർത്തിയാവുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആധാറിൻ്റെ വിവരങ്ങളെല്ലാം എൻ്റർ ചെയ്ത് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത ഉടൻ തന്നെ ആധാർ വെരിഫൈ ആകില്ല. അത് പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് വെരിഫൈ ആകുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ആധാർ നമ്പർ, നിങ്ങളുടെ പേര്, ജനനത്തീയതി, ഈ 3 കാര്യങ്ങളും തെറ്റുകൂടാണ്ട് കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പിന്നീട് വെരിഫൈ ആകുകയാണ് ചെയ്യുന്നത്. അതായത് ഇന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും പിറ്റേ ദിവസമൊക്കെ ആയിട്ടായിരിക്കും ആധാർ വെരിഫൈ ആവുക. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് ആധാർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് വെരിഫൈഡ് ആയിട്ടുണ്ടോ എന്ന കാര്യം കൂടെ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി അഥവാ ആധാർ വെരിഫൈ ആകാതിരിക്കാനുള്ള കാരണങ്ങൾ, ഒന്നുകിൽ നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള പേര്, ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിലാണ് ആധാർ വെരിഫൈ ആകാതിരിക്കുക. അതുപോലെ തന്നെ ആധാറിൻ്റെ വിവരങ്ങൾ തീരെ എൻ്റർ ചെയ്യാത്തതും പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാത്തതുമായിട്ടുള്ള ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും ആധാർ വെരിഫൈ ആവുകയില്ല. അതുപോലെ തന്നെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് ആധാറിൻ്റെ വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങളും കൂടെ പ്രൊഫൈലിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, 1 നിങ്ങളുടെ പേര്, 2 ബാങ്കിൻ്റെ IFSC കോഡ്, 3 നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ. ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത്. ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ ആധാർ വെരിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒക്കെ മുമ്പായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പേര് തന്നെയാണോ പോഷൻ ട്രാക്കറിൽ ഉള്ളത് എന്ന കാര്യം ഉറപ്പുവരുത്തണം. അതായത് നിലവിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറുടെയും ഹെൽപ്പറുടെയും പേര് തന്നെയാണോ പോഷൻ ട്രാക്കറിൽ ഉള്ളത് എന്ന കാര്യം ഉറപ്പുവരുത്തണം. ടീച്ചറുടെ പേരാണോ പോഷൻ ട്രാക്കറിൽ ഉള്ളത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നമസ്കാർ എന്നൊരു ഭാഗം കാണാം. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു പേര് കാണാം. ആ ഒരു പേര് നിങ്ങളുടെ പേര് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. അതായത് നിലവിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറുടെ പേര് തന്നെയാണെന്ന കാര്യം ഉറപ്പുവരുത്തണം. ഇനി അഥവാ അവിടെ നിങ്ങളുടെ പേരല്ല, മുമ്പ് വർക്ക് ചെയ്തിരുന്ന ടീച്ചറുടെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ടീച്ചറുടെ പേരാണ് എങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ NNM ഹെൽപ്പ് ഡെസ്കിലോ അതല്ലെങ്കിൽ കോർഡിനേറ്ററെ സൂപ്പർവൈസറെ അറിയിച്ച് പേരിൽ മാറ്റം വരുത്തേണ്ടതാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പേരിൽ മാറ്റം ഉണ്ട് എങ്കിൽ, അതായത് മറ്റാരുടെയെങ്കിലും പേരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പ്രൊഫൈൽ അപ്ഡേറ്റിൽ നിന്ന് അത് എഡിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രൊഫൈലിൽ നിന്ന് എഡിറ്റ് ചെയ്യാവുന്നതാണ്. മറ്റാരുടെയെങ്കിലും പേരാണെന്നുണ്ടെങ്കിൽ അത് പോഷൻ ട്രാക്കറിൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് പഴയ ആളെ ഡീആക്ടിവേറ്റ് ചെയ്ത് പുതിയ ആളെ നിങ്ങളെ ചേർക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നിലവിലുള്ള ഹെൽപ്പറുടെ പേര് തന്നെയാണോ പോഷൻ ട്രാക്കറിൽ ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം AWC യൂസേഴ്സ് എന്നൊരു ഭാഗം കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ രണ്ടോ രണ്ടിൽ കൂടുതലോ പേരുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പച്ച നിറത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ള പേരുകളും അതുപോലെ ചുവപ്പ് നിറത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ള പേരുകളും കാണാൻ സാധിക്കും. ചുവപ്പ് നിറത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ള പേരുകൾ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഹെൽപ്പർമാരെയും ഇനാക്റ്റീവ് ആയിട്ടുള്ള ടീച്ചർമാരെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പച്ച നിറത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ആക്റ്റീവായിട്ടുള്ള ടീച്ചർമാരുടെയും ആക്റ്റീവായിട്ടുള്ള ഹെൽപ്പർമാരുടെയും പേരുകളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പച്ച നിറത്തിന് നേരെ നിങ്ങളുടെ പേര് തന്നെയാണോ, നിലവിലുള്ള ടീച്ചറുടെയും അതുപോലെ തന്നെ നിലവിലുള്ള ഹെൽപ്പറുടെയും പേര് തന്നെയാണോ എന്ന കാര്യം ഉറപ്പുവരുത്തണം. ഇനി അഥവാ പച്ച നിറത്തിന് നേരെ നിങ്ങളുടെ പേരുകളല്ല എങ്കിൽ അത് ഉടൻ തന്നെ NNM ഹെൽപ്പ് ഡെസ്കിൽ അറിയിച്ച് പേരിൽ മാറ്റം വരുത്തേണ്ടതാണ്. അങ്ങനെ നിലവിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറുടെയും അതുപോലെ തന്നെ നിലവിലുള്ള ഹെൽപ്പറുടെയും പേര് തന്നെയാണ് പോർഷൻ ട്രാക്കറിൽ ഉള്ളത് എന്ന കാര്യം ഉറപ്പുവരുത്തുക. ടീച്ചറുടെ ആധാർ വെരിഫൈഡ് ആണോ എന്ന കാര്യം ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ ടീച്ചറുടെ പേര് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് അങ്കണവാടി ഫോണിൻ്റെ മൊബൈൽ നമ്പർ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് വ്യൂ പ്രൊഫൈൽ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ആധാർ നമ്പർ എന്ന് കാണാം. അതിൻ്റെ താഴെയായിട്ട് നെയിം കാണാം, അഥവാ നിങ്ങളുടെ പേര് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കാണാൻ സാധിക്കും. അതിലേറ്റവും മുകളിൽ കാണുന്ന ആധാർ നമ്പർ എന്നതിൻ്റെ വലതുവശത്തായിട്ട് 2 പച്ച ശരിചിഹ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അഥവാ 2 പച്ച ടിക്ക് മാർക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ വെരിഫൈഡ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി അഥവാ അവിടെ പച്ച ടിക്ക് മാർക്ക് കാണുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആധാർ വെരിഫൈഡ് ആയിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഈ ആധാർ നമ്പർ എന്ന ഭാഗത്തും ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ആധാറിൻ്റെ വിവരങ്ങൾ തീരെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുമാണ്. കൂടാതെ ആധാറിൻ്റെ വിവരങ്ങളവിടെ കാണുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വിവരങ്ങളൊക്കെ കാണുന്നുണ്ട്, മറ്റു വിവരങ്ങളൊക്കെ എൻറ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആധാർ വെരിഫൈഡ് ആയിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എൻറ്റർ ചെയ്തിട്ടുള്ള പേരിലോ ഡേറ്റ് ഓഫ് ബർത്തിലോ അതല്ലെങ്കിൽ ആധാർ നമ്പറിലോ ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ തെറ്റ് ഉള്ളത് കൊണ്ടാകാം ആധാർ വെരിഫൈ ആകാത്തത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആധാറിൻ്റെ വിവരങ്ങൾ എൻറ്റർ ചെയ്ത ഉടൻ തന്നെ അവിടെ ഒരു വെരിഫിക്കേഷൻ്റെ ചിഹ്നം വരില്ല. അത് ഇന്ന് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസങ്ങളിലോ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വെരിഫിക്കേഷൻ്റെ ചിഹ്നം വരികയാണ് ചെയ്യുക. ആധാർ വെരിഫൈഡ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ എൻറ്റർ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തണം. അതിനായിട്ട് ഏറ്റവും താഴ്ഭാഗത്തേക്ക് നീക്കുക. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ബാങ്കിൻ്റെ IFSC കോഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇനി അഥവാ എൻറ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു ഭാഗം ബ്ലാങ്ക് ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻറ്റർ ചെയ്ത കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റായിട്ടുണ്ട്, എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ എൻറ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ എൻറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ഭാഗം കാണാവുന്നതാണ്. അടുത്തതായിട്ട് ഹെൽപ്പറുടെ ആധാർ വെരിഫൈഡ് ആണോ എന്ന കാര്യം ഉറപ്പുവരുത്തുന്നതിനായിട്ട് മോർ എന്നൊരു ഓപ്ഷനിൽ ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് 4-മതായിട്ട് കാണുന്ന അപ്ഡേറ്റ് AWH പ്രൊഫൈൽ എന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മുകളിൽ ആധാർ നമ്പർ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ നെയിം എന്ന ഭാഗത്ത് നിലവിൽ വർക്ക് ചെയ്യുന്ന ഹെൽപ്പറുടെ പേര് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഡേറ്റ് ഓഫ് ബർത്തും കാണാൻ സാധിക്കും. അതിലേറ്റവും മുകളിൽ ആധാർ നമ്പറിൻ്റെ വലതുവശത്തായിട്ട് പച്ച ഡബിൾ ടിക്ക് അല്ലെങ്കിൽ പച്ച ശരിചിഹ്നം കാണുന്നുണ്ടെങ്കിൽ ആധാർ വെരിഫൈഡ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ പച്ച ശരിചിഹ്നം കാണുന്നില്ല എങ്കിൽ ആധാറിൻ്റെ വിവരങ്ങൾ എൻറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ആധാറിൻ്റെ വിവരങ്ങൾ എൻറ്റർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ആധാറിൻ്റെ വിവരങ്ങളൊക്കെ എൻറ്റർ ചെയ്തിട്ടും 1-2 ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടും നമുക്കിവിടെ ഈ ഒരു വെരിഫിക്കേഷൻ്റെ ചിഹ്നം കാണുന്നില്ല എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ എൻറ്റർ ചെയ്തിട്ടുള്ള പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ ഈ ഒരു കാര്യങ്ങളിൽ ഏതെങ്കിലും തെറ്റുണ്ടാവാം. അപ്പോൾ അത് ക്ലിയർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആധാറിലുള്ളതുപോലെ തന്നെ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആധാർ വെരിഫൈ ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ ആധാർ വെരിഫൈഡ് ആണ് എങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ എൻറ്റർ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തണം. അതിനായിട്ട് ഏറ്റവും താഴ്ഭാഗത്തേക്ക് വരിക. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ബാങ്കിൻ്റെ IFSC കോഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇനി അഥവാ എൻറ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു ഭാഗം ബ്ലാങ്ക് ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ എൻറ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ടീച്ചറുടെ ആധാറിൻ്റെ വിവരങ്ങൾ പോർഷൻ ട്രാക്കറിൽ ചേർക്കുന്നതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
അതിൽ ഏറ്റവും മുകളിൽ വ്യൂ പ്രൊഫൈൽ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് അവിടെ ആധാർ നമ്പർ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ കൃത്യമായിട്ട് തെറ്റുകൂടാണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെ നെയിം എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ആ ഒരു പേര് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു പേര് നിങ്ങളുടെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ പേരല്ല അവിടെ ഉള്ളത് എങ്കിൽ NNM ഹെൽപ്പ് ഡെസ്കിലോ കോർഡിനേറ്ററെ സൂപ്പർവൈസറെ അത് അറിയിക്കേണ്ടതാണ്. അവിടുന്ന് പേര് ചേഞ്ച് ചെയ്ത് വരേണ്ടതാണ്. ഇനി അഥവാ നിങ്ങളുടെ പേര് തന്നെയാണ് അവിടെ ഉള്ളത്, പേര് ആധാറിലുള്ളതുപോലെയല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അതല്ലെങ്കിൽ ഇനീഷ്യലിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നേരിട്ടത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേരല്ല അവിടെ ഉള്ളത് എങ്കിൽ അത് NNM ഹെൽപ്പ് ഡെസ്കിൽ അറിയിച്ച് അഥവാ കോർഡിനേറ്ററെ സൂപ്പർവൈസറെയൊക്കെ അറിയിച്ച് പോഷൻ ട്രാക്കറിൻ്റെ ഡാഷ്ബോർഡിൽ നിന്നാണ് അത് മാറ്റം വരുത്തേണ്ടത്. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ കാർഡിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഇമെയിൽ ID എന്ന് കാണാൻ സാധിക്കും. അവിടെ ഇമെയിൽ ID എൻ്റർ ചെയ്യാവുന്നതാണ്, എൻ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ താഴെയായിട്ട് അംഗനവാടി ഫോണിൻ്റെ നമ്പർ അവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് ഇയർ ഓഫ് എക്സ്പീരിയൻസ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് എത്ര വർഷമാണോ ഉള്ളത് അത് അവിടെ അക്കത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ ഒരു സെലക്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി, ഡോക്ടറേറ്റ് ഓർ ഹയർ എന്ന് കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ വരുന്നത് അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് അങ്കണവാടി സെൻറ്ററിൻ്റെ പേരും അതുപോലെ തന്നെ അങ്കണവാടി സെൻറ്ററിൻ്റെ കോഡും കാണാൻ സാധിക്കും. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡാഷ്ബോർഡിൽ നിന്ന് എൻ്റർ ചെയ്തു വരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി എൻ്റർ ചെയ്തതിൻ്റെ ശേഷം ഏറ്റവും താഴെയുള്ള ഈ ഒരു സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഒരു സക്സസ് മെസ്സേജ് കാണാൻ സാധിക്കും. അതിനുശേഷം ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അടുത്തതായിട്ട് ഹെൽപ്പറുടെ ആധാറിൻ്റെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ ചേർക്കുന്നതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ഡേറ്റ് AWH പ്രൊഫൈൽ എന്നൊരു ഭാഗം കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ ആധാർ നമ്പർ എന്ന് കാണും. അതിൻ്റെ താഴെയായിട്ട് നെയിം എന്ന ഭാഗം കാണും. ഈ ഒരു നെയിം എന്ന ഭാഗത്ത് നിലവിലുള്ള ഹെൽപ്പറുടെ പേര് തന്നെയാണോ എന്ന കാര്യം ഉറപ്പുവരുത്തണം. ഇനി അഥവാ നിലവിലുള്ള ഹെൽപ്പറുടെ പേരല്ല എങ്കിൽ NNM ഹെൽപ്പ് ഡെസ്കിൽ കോർഡിനേറ്ററെ സൂപ്പർവൈസറെ അറിയിച്ച് പേര് മാറ്റം വരുത്തണം. അതുപോലെ തന്നെ നിലവിലുള്ള ഹെൽപ്പറുടെ പേര് തന്നെയാണ്, പക്ഷേ ആധാറിലുള്ള അതുപോലെയുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അതല്ലെങ്കിൽ ഇനീഷ്യലിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ആധാർ നമ്പർ എന്ന ഭാഗത്ത് ആധാർ നമ്പർ കൃത്യമായിട്ട് തെറ്റുകൂടാണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെയിം എന്ന ഭാഗത്ത് ആധാറിലുള്ളതുപോലെ തന്നെയാണോ പേര് എന്ന കാര്യം ചെക്ക് ചെയ്യുക. അല്ല എങ്കിൽ അത് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് ഹെൽപ്പറുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ ID എന്ന ഭാഗത്ത് ഇമെയിൽ ID ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്യാവുന്നതാണ്, ഇല്ല എങ്കിൽ എൻ്റർ ചെയ്യേണ്ടതായിട്ടില്ല. മൊബൈൽ നമ്പർ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്, അത് ഡാഷ്ബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യുന്നതാണ്. അതിനുശേഷം ഇയർ ഓഫ് എക്സ്പീരിയൻസ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ എക്സ്പീരിയൻസ് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണോ ഉള്ളത് അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം സെലക്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ വിദ്യാഭ്യാസ യോഗ്യത സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അങ്കണവാടി സെൻറ്ററിൻ്റെ പേരും അതുപോലെ തന്നെ അങ്കണവാടി സെൻറ്ററിൻ്റെ കോഡും കാണാൻ സാധിക്കും. അതൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്, അതിലൊന്നും എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ആധാറിൻ്റെ ഡീറ്റെയിൽസ്, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ബാക്കി വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു സക്സസ് മെസ്സേജ് കാണാൻ സാധിക്കും. അതിനുശേഷം ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അടുത്തതായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ആധാറിൻ്റെ വിവരങ്ങളൊക്കെ പ്രൊഫൈലിൽ എൻ്റർ ചെയ്തിട്ടും ആധാർ വെരിഫൈഡ് ആവാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ, ഈ 3 കാര്യങ്ങൾ ആധാർ കാർഡിലുള്ളതുപോലെ അല്ല എങ്കിൽ ആധാർ വെരിഫൈ ആകില്ല. അപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്നൊരു ഓപ്ഷൻ എടുക്കുക. ടീച്ചറുടെ പ്രൊഫൈലിലാണ് എഡിറ്റ് വരുത്തേണ്ടത് എങ്കിൽ ഏറ്റവും മുകളിൽ വ്യൂ പ്രൊഫൈൽ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആധാർ നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം ആധാർ നമ്പർ ചെക്ക് ചെയ്യുക, അത് ആധാർ കാർഡിലുള്ളതുപോലെയാണോ എന്ന കാര്യം ഉറപ്പുവരുത്തുക. എന്തെങ്കിലും മാറ്റങ്ങളുണ്ട് എങ്കിൽ അത് നമ്മളവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നെയിം പേര് ചെക്ക് ചെയ്യുക, അത് ആധാർ കാർഡിലുള്ളതുപോലെയാണോ എന്ന കാര്യം ഉറപ്പുവരുത്തുക. പേരിലെ സ്പെല്ലിങ്ങിലോ ഇനീഷ്യലിലോ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്യുക. അങ്ങനെ മാറ്റങ്ങളുണ്ട് എങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജനനത്തീയതി ആധാർ കാർഡിലുള്ളതുപോലെയാണോ എന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങളുണ്ട് എങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചില ആധാറുകളിൽ ഡേറ്റ് ഓഫ് ബർത്ത് മുഴുവനായിട്ടുണ്ടാവില്ല, ജനിച്ച വർഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഈ ആധാർ എടുക്കുകയാണ് വേണ്ടത്. ഈ ആധാർ നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ആധാർ നമ്പർ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ 3 കാര്യങ്ങളും ആധാർ കാർഡിലുള്ളതുപോലെ തന്നെയാണോ എന്ന കാര്യം ഉറപ്പുവരുത്തുക. അങ്ങനെ ഉറപ്പുവരുത്തിയതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്നൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം 1-2 ദിവസം വെയിറ്റ് ചെയ്യുക. വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ആധാർ വെരിഫൈഡ് ആയിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുക. അടുത്തതായിട്ട് ഹെൽപ്പറുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് അപ്ഡേറ്റ് AWH പ്രൊഫൈൽ എന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആധാർ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ 3 കാര്യങ്ങളും ആധാർ കാർഡിലുള്ളതുപോലെ തന്നെയാണോ എന്ന കാര്യം ഉറപ്പുവരുത്തുക. ഏതെങ്കിലും കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അത് ഇവിടുന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്നൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോം സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും ഒരേപോലെ തന്നെയാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചേർക്കുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചേർക്കുന്നതിനായിട്ട് ടീച്ചർമാരുടേതാണെങ്കിൽ ടീച്ചർമാരുടെ പ്രൊഫൈലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന വ്യൂ പ്രൊഫൈൽ എന്ന ഒരു ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഹെൽപ്പർമാരുടെ ആണെങ്കിൽ ഹെൽപ്പർമാരുടെ പ്രൊഫൈലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതിനായിട്ട് അപ്ഡേറ്റ് AWH പ്രൊഫൈൽ എന്നതാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അങ്ങനെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നെയിം ആസ് പെർ ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു കാരണവശാലും ബാങ്കിൻ്റെ പേരല്ല കൊടുക്കേണ്ടത്, നിങ്ങളുടെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേരുള്ളത് അത് അതേപോലെ തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം IFSC കോഡ് കൊടുക്കുക. ഓരോ ബാങ്കിനും അതുപോലെ തന്നെ ഓരോ ബാങ്കിൻ്റെയും ഓരോ ബ്രാഞ്ചിനും ഓരോ IFSC കോഡായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ബാങ്കിൻ്റെയും ബ്രാഞ്ചിൻ്റെയും അനുസരിച്ച് IFSC കോഡ് ഏതാണോ അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് SBI ആണെങ്കിൽ SBIN എന്ന് തുടങ്ങുന്ന ഒരു 11 അക്ക കോഡായിരിക്കും. അതുപോലെ തന്നെ കാനറ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ CNRB എന്ന് തുടങ്ങുന്ന ഒരു 11 അക്ക കോഡായിരിക്കും. അത് ഓരോ ബാങ്കിനും അതേപോലെ തന്നെ ഓരോ ബാങ്കിൻ്റെയും ഓരോ ബ്രാഞ്ചിനും അനുസരിച്ച് ആ ഒരു കോഡുകളിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ബാങ്കിൻ്റെ IFSC കോഡ് ഏതാണോ അത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. ഞാൻ ഉദാഹരണത്തിനായിട്ട് SBIയുടെ ഒരു കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. കോഡ് അടിച്ചു കൊടുക്കുമ്പോൾ തെറ്റ് കൂടാതെ തന്നെ അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 0-ന് പകരം നമ്മൾ O എന്നൊന്നും അടിച്ചു കൊടുക്കരുത്, Oക്ക് പകരം 0 അടിച്ചു കൊടുക്കരുത്. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു കോഡ് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഒന്നുകിൽ സെർച്ച് കൊടുക്കുക. ചില സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ബാങ്കിൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ SBIയുടെ കോഡാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാങ്കിൻ്റെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ഇവിടെ വരും. ഇനി അഥവാ വരുന്നില്ല എങ്കിൽ ഇവിടെ ഈ ഒരു സെർച്ചിൻ്റെ ഭാഗത്ത് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കാനറ ബാങ്കിൻ്റെ IFSC കോഡാണ് നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ കോഡാണ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്കിൻ്റെ പേര് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബാങ്കിൻ്റെ പേര് ഇവിടെ നമുക്ക് നേരിട്ട് അടിച്ചു കൊടുക്കാൻ സാധിക്കില്ല. IFSC കോഡ് അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ ഇവിടെ കൃത്യമായിട്ട് തെറ്റ് കൂടാണ്ട് അടിച്ചു കൊടുക്കുക. അതേ സെയിം നമ്പർ തന്നെ ഇവിടെ കൺഫേം ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്ന ഭാഗത്തും കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു സക്സസ് മെസ്സേജ് കാണിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഇനി ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ഏത് വിവരമാണോ തിരുത്തേണ്ടത് അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എഡിറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടീച്ചറുടെയും ഹെൽപ്പറുടെയും ആധാർ വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.